ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ജീവിതത്തിൽ ഏത് കാര്യം അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ടോ അമ്മ അത് ഈശോയിൽ നിന്ന് വാങ്ങിത്തരും. സ്നേഹമുള്ളവരെ, അമ്മ എന്ത് ചോദിച്ചാലും ഈശോ കൊടുക്കും. കാനായിലെ ആ കുടുംബത്തിലുണ്ടായത് അത് തന്നെയാണ്. അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല, എങ്കിലും അമ്മ പറഞ്ഞാൽ ആ മകന് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അമ്മയും മകനും തമ്മിലൊരു പൊക്കിൾ കൂടി ബന്ധമുണ്ട് പ്രിയമക്കളെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്ത് പറഞ്ഞാലും മകനായ രക്ഷകനായ യേശുക്രിസ്തുവിന് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിമലാ ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബവും മക്കളെ എല്ലാം പ്രതിഷ്ഠിക്കാം. അമ്മ പരിപാലിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ മിയാവൂർ രൂപതയിൽ തേജു എന്നൊരു ഇടവകയിലെ പ്രിയമക്കളെ ധ്യാനം നടക്കുകയാണ്. ധ്യാനത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ലഞ്ച് ടൈമാണ്. ഈ പരിശുദ്ധ അമ്മയുടെ ഈ രൂപം കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അമ്മയുടെ ആ കൃപയുള്ള മുഖം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ ആ പ്രസംഗം ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എനിക്ക് എങ്ങനെ ഭാഗ്യമുണ്ടായേ? കർത്താവിൻ്റെ അമ്മയുടെ അടുക്കൽ ഈ പാപിയായി ഞാൻ ഇതുപോലെ നിൽക്കാൻ എനിക്ക് അവിടുന്ന് ഭാഗ്യം. പ്രിയമക്കളെ, ദൈവത്തിൻ്റെ കൃപയത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിലാണ്. നവംബർ 30 ഞാൻ വന്നതാണ് നാട്ടിൽ നിന്ന്. ഇന്ന് ഡിസംബർ 22. ഞാൻ ആദ്യം ഈറ്റാനഗർ വന്നു. അവിടെ 3 ദിവസത്തെ ധ്യാനം ഹിന്ദിയിലാണ് പ്രിയമക്കളെ ധ്യാനങ്ങൾ. ഈറ്റാനഗറിൽ നിന്ന് ഞാൻ നേരെ പോയി ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ രൂപതയിൽ ബാന്ദ എന്ന പള്ളിയിൽ അവിടുത്തെ ധ്യാനം കഴിഞ്ഞ് അവിടെ നേരെ മഹാരാഷ്ട്രയിൽ ഒരു വില്ലേജിൽ, കാടിൻ്റെ നടുക്കൊരു വില്ലേജ്, അവിടെ 3 ദിവസത്തെ ധ്യാനം. അത് കഴിഞ്ഞ് അഗെയിൻ ഛത്തീസ്ഗഡിൽ തന്നെ ജഗദൽപൂർ കാങ്കേർ എന്ന ഇടവകയിലായിരുന്നു. അത് കഴിഞ്ഞ് കൽക്കട്ടയിലുണ്ടായിരുന്നു ഒരു ദിവസം. ഇപ്പോൾ അത് വീണ്ടും വന്നിരിക്കുക മിയാവൂർ രൂപതയിൽ മിഷൻ ധ്യാനങ്ങൾ ഹിന്ദിയിലാണ് പ്രിയമക്കളെ. ഞാൻ ഈ മിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചിട്ട പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട. അമ്മയുടെ ആ വിമല ഹൃദയത്തിലേക്ക് എന്ത് പ്രതിഷ്ഠിച്ചോ എന്ത് സമർപ്പിച്ചോ അമ്മ ഏറ്റെടുക്കുക. ആ കാര്യം നമുക്ക് ഫ്രീ ആകാം. അമ്മ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി. പ്രിയ ജനമേ, ഞാൻ എവിടെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോഴും ഈ നോർത്ത് ഈസ്റ്റൊക്കെ എൻ്റെ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി എൻ്റെ അമ്മയുടെ ആശീർവാദം വാങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പരിശുദ്ധ അമ്മയുടെ ആ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് ഞാൻ നിൽക്കും, കൈകൂപ്പിയിട്ട് കണ്ണുനീരോടെ പറയും, എൻ്റെ അമ്മയുടെ ആശീർവാദം എനിക്ക് കിട്ടി, ഇനി പരിശുദ്ധ അമ്മയുടെ ആശീർവാദം എനിക്ക് വേണം. എന്നെ പരിപാലിക്കണം, ഒരു മുള്ളു പോലും പോരാതെ എന്നെ കാക്കണം അമ്മേ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. ഇന്ന് വരെ ഒരു മുള്ളു പോറിയിട്ടില്ല. പല സ്ഥലത്തും ദൈവം എന്നെ കൊണ്ടുപോയി പ്രിയമക്കളെ. എന്നാൽ എൻ്റെ അമ്മ മരിച്ചു 7 വർഷം മുമ്പ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് സെമിത്തേരിയിൽ പോകും. എൻ്റെ അമ്മേനെ അടക്കം ചെയ്ത സെമിത്തേരിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അമ്മ എന്നെ അനുഗ്രഹിച്ചോളം ഞാൻ പോവാം. ആ അനുഗ്രഹം വാങ്ങും. ഒരുപക്ഷെ ആർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അമ്മയോട് അനുഗ്രഹം വാങ്ങും, മരിച്ചു പോയ എൻ്റെ അമ്മയോട്. എന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്ന് ഞാൻ പറയും, മാതാവ്, എൻ്റെ ഈശോയുടെ അമ്മ, എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കണം, ഞാൻ പോവാണ്, അപകടമൊക്കെ നിറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്, അമ്മ എന്നെ പരിപാലിക്കണം. കണ്ണ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പ്രിയമക്കളെ. പരിശുദ്ധ അമ്മ യേശുവിനോട് കൂടെ ഇന്നും ജീവിക്കുന്നുണ്ട്. പരിശുദ്ധ മാതാവ് ഇന്നും ജീവിക്കുന്നുണ്ട് ഈശോയുടെ കൂടെ. പ്രിയമക്കളെ, ഒരിക്കൽ രാത്രി അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരു സഹോദരൻ്റെ. ഞാനിത് ശാലോം TV എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവച്ചൊരു കാര്യമാണ്. ആ ഫോൺ കോൾ ഇങ്ങനെയായിരുന്നു, സണ്ണിച്ചേട്ടാ, ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോളോ. ഞാൻ പറഞ്ഞു, മോനെ, ആത്മാവിൻ്റെ ഉള്ള ഹത്യ ഒരിക്കലും പാടില്ലടാ. അവൻ പറഞ്ഞു, ഇനി എന്നെ ഉപദേശിക്കണ്ട, എന്നെ തിരുത്തണ്ട, എന്നെ പിന്തിരിപ്പിക്കണ്ട, എൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി നരകത്തിൽ പോകാതിരിക്കാൻ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പ്രിയജനമേ, എനിക്ക് പിന്നെ ഉറക്കം വരുമോ? ഞാൻ അവനെ വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അവൻ വീണ്ടും എടുത്തു. ഞാൻ പറഞ്ഞു, മോനെ, നീ എവിടെയാണ് നിൽക്കുന്നത്?
ഞാൻ അവിടേക്ക് വരാം, എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, നീ കേരളത്തിലാണല്ലോ, കേരള നമ്പറാണ് ഞാൻ കണ്ടപ്പോൾ, ഞാൻ അങ്ങോട്ട് വരാം, വേണ്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ്. വചനം പ്രസംഗിക്കുന്ന എൻ്റെ ഒരു പെങ്ങളുണ്ട് ജെസ്സി, ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു, ജെസ്സിയെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകാമെന്നും പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ചിരുന്നു, അയാൾ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിക്കണം. ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ വിളിച്ച് പറഞ്ഞു, അവരെയൊക്കെ എഴുന്നേൽപ്പിച്ചു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ മുറിയിലേക്ക് കടന്നു, എൻ്റെ ജപമാല എടുത്തു. പ്രിയ മക്കളെ, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ നാവിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് തന്നൊരു പ്രാർത്ഥനയായിരുന്നു അത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച, ഇന്ന് വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച, പരിശുദ്ധ അമ്മേ, നിൻ്റെ മകനെ കൂട്ടി, നിൻ്റെ പുത്രനായ യേശുവിനെ കൂട്ടി അവൻ്റെ അടുക്കലൊന്ന് ചെല്ലണേ, അവനെ ഒന്ന് രക്ഷിക്കണേ. ഈ പ്രാർത്ഥന ഞാൻ ഉരുവിടും, 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും, ഒരു ത്രിത്വസ്തുതി ചൊല്ലും. വീണ്ടും ഈ പ്രാർത്ഥന ഉരുവിടും, വീണ്ടും 10 നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതി. ആ രഹസ്യം കഴിഞ്ഞു, ഞാൻ വീണ്ടും വിളിച്ചു, സ്വിച്ച് ഓഫ്. പിറ്റേ ദിവസം മുഴുവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു, സ്വിച്ച് ഓഫാണ്. 3 ദിവസം ഞാൻ വിളിച്ചു, ആ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു. 4-മത്തെ ദിവസം ഞാൻ ഓർക്കുക, തൃശ്ശൂർ സേക്രട്ടാർട്ട് സ്കൂളിൽ പരീക്ഷാ ഒരുക്കത്തിന് വേണ്ടി ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥന കുഞ്ഞുങ്ങളുടെ പേടി മാറാനും അവർക്ക് ഓർമ്മശക്തി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഞാൻ ഈ ചെറുക്കനെ കുറിച്ച് ഓർക്കായിരുന്നു. ദൈവമേ, അവൻ മരിച്ചോ? 3 ദിവസമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ടെൻഷനാണ്, അവനെ നീ അനുഗ്രഹിക്കുക ദൈവമേ. അറിയില്ല മരിച്ചോന്ന്, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഞാൻ അന്ന് ആ പ്രയറിൽ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ ഒരു തവണ കൂടി ഞാൻ വിളിക്കും, എന്നിട്ട് അവനെ കിട്ടിയില്ലെങ്കിൽ ആ നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ ആ സ്കൂളിന് പുറത്ത് വന്നു, ആ തൃശ്ശൂർ മ്യൂസിയത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാനൊന്ന് വിളിച്ചു അവനെ. ഫോൺ റിങ് ചെയ്തു. ഞാൻ വിചാരിച്ചു വല്ല പോലീസ് സ്റ്റേഷനിലാണോ അല്ലെങ്കിൽ വേറെ എവിടെയാണോ, ആരെടുത്ത ഫോൺ. അങ്ങേ തലയ്ക്ക് നിന്ന് ഫോൺ എടുത്ത് പ്രൈസ് ദി ലോർഡ് ചേട്ടാ എന്ന് പറഞ്ഞു. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ മരിച്ചില്ലല്ലോ? അവൻ വിതുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, ഇല്ല ചേട്ടാ, മരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണം, ഞാൻ തൃശ്ശൂർ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാം, ഒരു പോയിന്റിൽ, നീ വേഗം വാ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരാം. അവൻ പറഞ്ഞില്ല, ഞാൻ 1 മണിക്കൂറിനകം വരാം. അവൻ വന്നു, അവൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, നീ എങ്ങനെയാ മരണക്കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടെ? ഉടനെ അവൻ എന്നോടൊരു മറുചോദ്യം ചോദിച്ചു, എനിക്ക് വേണ്ടി മാതാവിനോടാകാനും പ്രാർത്ഥിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ പറയും എന്താ ഉണ്ടായേ? അപ്പോഴവൻ പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ആ രാത്രി, പാതിരാത്രി തിരഞ്ഞെടുത്ത സ്ഥലം എൻ്റെ ഇടവക പള്ളിയിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കയറ് കെട്ടിയിട്ട് തൂങ്ങിച്ചാവാണ് ഞാൻ ചിന്തിച്ച്. എന്നിട്ട് അവിടെ വെച്ചാൽ ഞാൻ സണ്ണിച്ചേട്ടനെ വിളിച്ച്. 2ാമത് സണ്ണിച്ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലേ, അപ്പോൾ മരത്തിൻ്റെ മേലെ നിന്ന് മൊബൈൽ താഴെ വീണു, അത് ബാറ്ററി വേറെയായി, ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫായി. ആ കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ കയറെടുത്ത് കഴുത്തിലിടാൻ നേരത്ത് ഞാൻ കണ്ടു ആ പള്ളിയിലെ ഒരു ഗ്രോട്ടോ. ആ ഗ്രോട്ടോയിൽ പരിശുദ്ധ അമ്മ ഇതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു, ഹാലോജൻ ബൾബിൻ്റെ പ്രകാശത്തിൽ. അവനറിയാതെ ആ മാതാവിൻ്റെ അടുക്കലേക്ക് അവൻ്റെ കണ്ണുകൾ പോയി. മാതാവ് അവനോട് ഇങ്ങനെ പറഞ്ഞു പോലും. അവൻ പറയാ, ഞാനൊരു സ്ത്രീയുടെ സ്വരം കേട്ടു, അതിങ്ങനെയായിരുന്നു, എൻ്റെ മോൻ മരിക്കരുതടാ, എൻ്റെ മോന് ഞാനുണ്ടടാ, എൻ്റെ മകനായ യേശുവിനോട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ഒരിക്കലും മരിക്കരുത്. അവന് അത്ഭുതം തോന്നി പ്രിയ മക്കളെ. അവൻ പറയാ, ആരോ എൻ്റെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ കയറെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു, ആരോ എന്നെ ഇങ്ങനെ പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ താഴെ ഇറക്കുന്ന എനിക്ക് ഫീൽ ചെയ്തു, ആരോ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടത്തുക തന്നെ. ഞാനിങ്ങനെ കൈ നീട്ടിയിട്ടാ ആ ഗ്രോട്ടോയുടെ അടുക്കിലേക്ക് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ വീണ്ടും ഞാൻ ആ സ്വരം കേട്ടു, സ്ത്രീ ശബ്ദം, എൻ്റെ മോന് ഞാനുണ്ടടാ, നീ മരിക്കരുത്. അവൻ വേഗം അവിടെ ഇരുന്ന് കരഞ്ഞു. അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. വെളുപ്പിന് അവൻ ചിന്തിച്ചു, കയറ് കെട്ടിക്കിടക്കുക. അവൻ വേഗം വന്ന് അതിരാവിലെ തന്നെ ആ മരത്തിൽ കയറി ആ കയറഴിച്ച് കളഞ്ഞു. പ്രിയ മക്കളെ, അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അന്ന് ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ച, പരിശുദ്ധ അമ്മേ, നിൻ്റെ മകനെ കൂട്ടി അവൻ്റെ അടുക്കലൊന്ന് ചെല്ലണേ, അവനൊന്ന് രക്ഷിക്കണേ. നിൻ്റെ പുത്രനായ യേശുവിനെ കൂട്ടി അവൻ്റെ അടുക്കലൊന്ന് ചെല്ലണേ, അവനൊന്ന് രക്ഷിക്കണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നു
പരിശുദ്ധ അമ്മയാണെന്ന് അവനോട് സംസാരിച്ച് ഇന്നും ജീവിക്കുന്ന ഈശോയുടെ കൂടെ മാതാവ് എന്തു ചോദിച്ചാലും തരും. നമുക്ക് കണ്ണുകളടയ്ക്കാം, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. മാതാവിനോട് പറയാം, അമ്മേ, നിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എന്നെ പ്രതിഷ്ഠിക്കുക, നിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എൻ്റെ കുടുംബത്തെ പ്രതിഷ്ഠിക്കുക. അനുഗ്രഹിക്കമ്മേ, കൃപ ചൊരിയും മാതാവേ. നിൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചാൽ നീ പരിപാലിക്കുമല്ലോ ഞങ്ങളെ. അനുഗ്രഹിക്കണമേ, കരുണ ചൊരിയണമേ. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ പരിശുദ്ധ അമ്മയോട് വലിയ ഇഷ്ടം അവർക്ക്. പരിശുദ്ധ അമ്മയുടെ പാട്ട് പാടുമ്പോൾ അവർ കൂടെ നിന്ന് പാടും, കണ്ണുനീരൊഴുക്കും. നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ.